ഏപ്രിൽ മാസം 22, 23 നമ്മുടെ മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന ദിവസങ്ങളല്ല അല്ലേ? അതെ, നമുക്കറിയാം ഒരു ഉമ്മയുടെ കണ്ണുനീര്. ആ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയത് ആ ഉമ്മയുടെ കണ്ണുനീര് മാത്രമായിരുന്നു. സ്വപ്നത്തിൽ പോലും ആ ഉമ്മയുടെ കണ്ണുനീര് മാത്രമായിരുന്നു. അതെ, നമുക്കറിയാം തൻ്റെ മകന് തൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗത്തിനും വേണ്ടിയിട്ട് കടൽ കടക്കുകയാണ്. അവിടെ നിന്നുണ്ടായ ചെറിയൊരു കയ്യബദ്ധം കൊണ്ട് ഏകദേശം 18 വർഷത്തോളം തൻ്റെ മകൻ ജയിലിൽ കഴിയുകയാണ്. തൻ്റെ മകന് ആ 18 വർഷത്തിൽ ഒരു നോട്ടം പോലും കാണാൻ ആ ഉമ്മക്ക് കഴിഞ്ഞിരുന്നില്ല. അതെ, ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉമ്മയുടെ മുഖത്തടിച്ചിട്ട് പോയാൽ പോലും നമ്മൾ പാതിരാത്രി കയറി വരുമ്പോൾ ആ ഉമ്മ ഭക്ഷണമായിട്ട് ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നതേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഉമ്മ, അതായത് കാരുണ്യത്തിൻ്റെ കാര്യത്തിൽ പടച്ചവനെ കഴിഞ്ഞാൽ 2ാം സ്ഥാനം അത് ഉമ്മാക്കാണ്. പിന്നീട് ആ ഉമ്മ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ തൻ്റെ മകനെ തൂക്കിലേൽക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും ആ ഉമ്മയുടെ കൺട്രോൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഉമ്മ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വട്ടമെങ്കിലും എൻ്റെ മോനെ കാണണം എന്നുള്ളതാണ്. പിന്നീട് പലരുടെയും സഹായത്താൽ ഉമ്മ അവിടെ എത്തി തൻ്റെ മകനെ കാണുകയാണ്. പിന്നീട് നമ്മൾ കേൾക്കുന്ന വാർത്ത 34 കോടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തൂക്ക് എന്ന ആ വിധിയെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും എന്നുള്ളതാണ്. പിന്നീട് സംഭവിച്ചതെല്ലാം അത്ഭുതങ്ങൾ മാത്രം തന്നെയാണ്. അതെ, ബോച്ച എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ കൊട്ടാരത്തിൻ്റെ മാളികപ്പുറയിൽ കഴിയുന്ന, അതല്ലെങ്കിൽ ആഡംബര കാറുകളുള്ള ആ മനുഷ്യൻ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് കണ്ടത് അത്ഭുതം തന്നെയാണ്. അതെ, ജാതി മതഭേദമന്യേ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പണം ഒഴുകുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. പിന്നീട് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞത് 34 കോടി എന്നുള്ളത് വെറും ഒരു 34 രൂപ എന്നുള്ളത് മാത്രമാണ് പിന്നീട് നമ്മൾ കേട്ട വാർത്ത. അതെ, സൗദിയുടെ പാർലമെന്റ് വരെ അന്ന് കുലുങ്ങിപ്പോയ നിമിഷമായിരുന്നു. സൗദിയിലെ കിരീടാവകാശികൾ അന്ന് ചോദിച്ച ചോദ്യം ഒരൊറ്റ ചോദ്യം മാത്രമായിരുന്നു: വെയിൻ മാലുഹ ബിലാദ്, ഇവന്റെ നാട് എവിടെയാണ് എന്ന് മാത്രമാണ് അന്ന് കിരീടാവകാശികൾ എല്ലാം ചോദിച്ചിരുന്നത്. അതെ, നമുക്കറിയാം ചോരക്ക് ചോര തന്നെ വേണമെന്ന് പറഞ്ഞിരുന്ന ആ കുടുംബം പിന്നീട് അവർ പറയാനുള്ള ഇത്ര വലിയൊരു ഹ്യൂജ് എമൗണ്ട് അവിടെ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബം ചിന്തിച്ചിട്ടുണ്ടാവും, ഇത്ര പോകുന്ന ഈ ഒരു ചെറിയ കുടുംബത്തിന് ഇത്ര വലിയ ഹ്യൂജ് എമൗണ്ട് സെറ്റാക്കി എടുക്കാൻ പറ്റുമെന്ന് ആ കുടുംബം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ കുടുംബത്തിന് അറിയില്ലല്ലോ റഹീം എന്ന് പറയുന്ന വ്യക്തി അത് മലയാളികളുടെ ചോരയായിരുന്നു എന്നുള്ളത് ആ കുടുംബത്തിന് അറിയില്ലായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ പലർക്കും സംശയമുണ്ടാവും, എന്തുകൊണ്ട് ഇതുവരെ റഹീം പുറത്തു വന്നിട്ടില്ല, അതെ ഇത്ര വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്ന് നമ്മൾക്ക് പലർക്കും സംശയമുണ്ടാവാം. അതിനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ, അതായത് റഹീമിന് വിധിച്ചിരുന്നത് 20 വർഷത്തെ തടവായിരുന്നു. നമ്മൾ ഈ ഹ്യൂജ് എമൗണ്ട് അവിടെ കൊടുക്കുമ്പോൾ അവിടെ തൂക്കി എന്ന വിധിയെ നമുക്ക് മാറ്റി എഴുതാൻ കഴിഞ്ഞുള്ളൂ. അതായത് 20 വർഷത്തെ തടവായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഏകദേശം 6 or 7 മാസങ്ങൾ മാത്രമേ റഹീം പുറത്തിറങ്ങാനുള്ളൂ. അപ്പോഴും ഉമ്മാന്റെ കാത്തിരിപ്പ് അവിടെ തുടരുകയാണ്. എന്നിരുന്നാലും ആ മകന് പുറത്ത് വന്നിട്ട് ഉമ്മാക്ക് കണ്ണ് കുളിർക്കെ കണ്ടിട്ട് ഇനിയും ആ മകന്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കാൻ ഉമ്മയുടെ ആയുസ് നീട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.